ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ടൂ വേ സ്വിച്ചിനെ പറ്റിയാണ്. അതായത് നമ്മുടെ ബെഡ് സ്വിച്ച്, ഒരു ലാമ്പും, ഒരു സാധാരണ ടൂ വേയിൽ കൺട്രോൾ ചെയ്യുന്നത് ഒരു ബെഡ്റൂമിനകത്ത് ഒരു ലാമ്പും ഒരു ഫാനും ഒക്കെയാണ്. അപ്പോൾ അതിൻ്റെ ടൂ വേ സ്വിച്ചിൻ്റെ കണക്ഷൻ നമുക്കെങ്ങനെ മനസ്സിലാക്കുക എന്നുള്ളതിനെ പറ്റിയാണ് ഈ ഒരു ചെറിയ വീഡിയോ. നമുക്ക് അതായത് ഒരു സ്വിച്ച് എന്ന് പറയുന്നത് ബെഡിനടുത്തായിട്ടിരിക്കും. ഇങ്ങനെ ബെഡിനടുത്തായിട്ട് ഇതിന് 3 പോള് കാണും. ഒരു ടൂ വേ സ്വിച്ചിനെ പറ്റി ആദ്യം മനസ്സിലാക്കേണ്ടത് ഇതിന് 3 പോള്, അതായത് ഒരു കോമൺ പോള്, പിന്നെ സബ് പോള്, 2 സബ് പോള്. ഇതിങ്ങനെ കോമൺ പോൾ, ഇതിങ്ങനെ ഇതിൻ്റെ സ്വിച്ച്, ഈ കോണ്ടാക്ട് എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും വീഴും. അപ്പോൾ ഇതിങ്ങനെ ഡോട്ട് കൊണ്ട് ഇങ്ങനെ എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും വീഴാം ഇങ്ങോട്ടും വീഴാം. ഇതിന് യഥാർത്ഥത്തിൽ ഓണും ഓഫും ഇല്ല. അങ്ങോട്ട് വീണ് കഴിഞ്ഞാൽ ഇതിങ്ങനെ സപ്ലൈ. അപ്പോൾ ആ ദിശയിലുള്ള ലാമ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കത്ത് ന്യൂട്രൽ. ഇങ്ങോട്ട് വീണ് കഴിഞ്ഞാൽ അങ്ങനെ. അപ്പോൾ അതാണ് ഒരു ടൂ വേ സ്വിച്ചിൻ്റെ ഒരു ഡീറ്റെയിൽ എന്ന് പറഞ്ഞത്. ഇത് മൾട്ടിമീറ്റർ കൊണ്ടിട്ട് ടൂ വേ സ്വിച്ച് ഒക്കെ നമുക്ക് ടെസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ സീരിയലിൽ ടെസ്റ്റ് ചെയ്യാം. അപ്പോൾ ഇനി അതിൻ്റെ കാര്യങ്ങളുണ്ട്, അതിൻ്റെ കണക്ഷൻ എങ്ങനെ വരുമെന്നും കൂടെ നോക്കാം. ഇതൊരു സ്വിച്ച്, ഇത് അടുത്ത സ്വിച്ച്. ഇതിൻ്റെ അകത്ത് 3 ഇങ്ങനെ പോള്. സാധാരണ ഇങ്ങനെ ലെവലിന് ആണ് സ്വിച്ച് എടുത്തു കഴിഞ്ഞാൽ കാണുന്നത് പോളെന്ന് പറയും. ഇതിപ്പോൾ ഇങ്ങനെ വരച്ചു എന്നിട്ടിങ്ങനെ ആരോ. ഇപ്പോൾ ഈ 2 സബ് പോള് തങ്ങളിൽ ബന്ധിപ്പിക്കണം. അതായത് ഇങ്ങനെ ക്രോസ് ടു ക്രോസ്. ഇതിൻ്റെ ടോപ്പിൽ നിന്ന് വയർ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നേരെ വന്നതിൻ്റെ ബോട്ടം ഇങ്ങനെ. ഈ സിമ്പൽ വയർ നോട്ട് കണക്റ്റഡ് എന്നുണ്ട്. ഇവിടെ ടോപ്പിൽ കൊണ്ട് കണക്ട് ചെയ്യുന്ന വയർ ഇവിടെ ബോട്ടത്തിൽ കൊണ്ടുവന്ന് കണക്ട് ചെയ്യും. അതാണ് അതിൻ്റെ ഒരു ശരിയായ മെത്തേഡ് എന്ന് പറയുന്നത്. ബോട്ടം ഇവിടെ ബോട്ടത്തിൽ കണക്ട് ചെയ്യുന്നത് ഇവിടെ കൊണ്ടുവന്ന് ടോപ്പിൽ കണക്ട് ചെയ്യും. അപ്പോഴിത് ഒരു സെറ്റിനകത്ത് 2 വയർ ഉപയോഗിച്ചാൽ മതി. ഇതിങ്ങനെ ഒരു വയർ, പിന്നെ അടുത്ത വേറൊരു വയർ. ഒരു സെറ്റിനകത്ത് 2 വയർ. ഇത് ഇങ്ങനെ ടേപ്പ് അടിച്ചിരിക്കണം. ഇവിടെ വേണമെങ്കിൽ ഒരു 2 ടേപ്പ് ഇവിടെ കൊടുക്കുക, അതായത് ഇൻസുലേഷൻ ടേപ്പ്. ഇവിടെയും ഒരു 2 ടേപ്പ് കൊടുക്കുക. അപ്പോഴിങ്ങനെ ഒരു സെറ്റായിട്ട് കിടക്കും. പിന്നെ അടുത്ത ഒരു ഫാൻ കൺട്രോൾ ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ ഫാനോ ട്യൂബ് ലൈറ്റോ എന്തായിട്ട് അടുത്തതിനും ഒരു സെറ്റ്. അത് വേണമെങ്കിൽ അറിയാനായിട്ട് ഒന്ന് ഇത് 2 കളർ വയർ യൂസ് ചെയ്യും. ഇത് പ്രധാനമായിട്ട് റെഡും ഇത് ബ്ലൂവും വേണം യൂസ് ചെയ്യാം. കഴിയുന്നത്ര ബ്ലാക്ക് ഒന്നും യൂസ് ചെയ്യരുത്. ബ്ലാക്ക് സാധാരണ വയറിങ്ങിന് ഉപയോഗിക്കുന്നത് ന്യൂട്രലിനാണ്. ബ്ലൂ ഉപയോഗിക്കാം, അതല്ലെങ്കിൽ ഇതിന് യെല്ലോ ഉപയോഗിക്കാം. 2 കളർ വയർ, ഗ്രീൻ വയറുകളും എടുത്ത് ഉപയോഗിക്കരുത്. ഗ്രീൻ വയർ സാധനം ഉപയോഗിക്കുന്നത് പിന്നീട് എർത്തിനാണ്. ബ്ലാക്ക് വയർ ന്യൂട്രലിനും ഗ്രീൻ വയർ എർത്തിനും പോയി കഴിഞ്ഞാൽ തന്നെ വയറിങ്ങിൻ്റെ അകത്ത് പകുതിയിലേറെ കോംപ്ലിക്കേഷൻസ് തീർന്നു കഴിഞ്ഞു. എന്നിട്ട് ഇതിന് ഇവിടെ നിന്നിങ്ങനെ ലോഡ്, ഇവിടെ ന്യൂട്രൽ, ബൾബ് ഇവിടെ ന്യൂട്രൽ. എന്നിട്ട് ഇതേ ഇങ്ങനെ ഇതിൻ്റെ കോമണിങ് ഫേസ്
ഇതിങ്ങനെ ഫേസ്, ഇതിങ്ങനെ ഫേസ്. ഇതിനിടയിലായിട്ടാണ് നമ്മൾ 230 വോൾട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ 2-വേക്ക് വളരെ സിമ്പിളായിട്ടുള്ളത്. ഇതിപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഫേസ് ഈ പൊസിഷനിൽ ലാമ്പ് കത്തുമെന്ന് നോക്കാം. ഇത് സപ്ലൈ ഇങ്ങനെ വന്ന് കോമണി വന്നിട്ട് ഈ കോണ്ടാക്റ്റ് വഴി നേരെ ഇതുവഴി വന്നു, കത്തുന്നില്ല. ഇത് കത്തണമെങ്കിൽ ഇത് വന്ന് ഇങ്ങോട്ട് വന്ന് വീണ് കഴിഞ്ഞാൽ നേരെ ഫേസ് ഇവിടെ വന്നു. ന്യൂട്രൽ ഓൾറെഡി ഇവിടെ ഉണ്ട്. ഈ ബൾബ് എന്ത് ചെയ്യും? കത്തും. ഇനി അതേപോലെ തന്നെ നേരെ തിരിച്ച് ഇത് ഇങ്ങോട്ട് വീണ് കഴിഞ്ഞാൽ നോക്കാം, ഫേസ് ഇതുവഴി കയറി ഇവിടെ വന്നു നിൽക്കും. കാര്യം ഈ സ്വിച്ച് നേരത്തെ ഇങ്ങോട്ട് വീണ് കഴിഞ്ഞു. അപ്പോഴിത് കത്തത്തില്ല. പിന്നെ കത്തണമെങ്കിൽ തിരിച്ച് അങ്ങോട്ട് ഇട്ട് കൊടുക്കണം. അപ്പോഴിത് വീണ്ടും കത്തും. അപ്പോൾ അങ്ങനെയാണ് ഈ 2-വേ സ്വിച്ചിൻ്റെ ഒരു വർക്കിംഗ് എന്ന് പറയുന്നത്, സിമ്പിളായിട്ട്. അപ്പോൾ ഏറ്റവും കറക്റ്റ് മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രീതിയിൽ കൊടുക്കുക. അതെല്ലാം ഇങ്ങനെ നേരിട്ട് കൊടുത്തു കഴിഞ്ഞാലും 2-വേ വർക്ക് ചെയ്യും. പല ഇലക്ട്രീഷ്യന്മാരും അങ്ങനെ കൊടുക്കുന്നുണ്ട്. പക്ഷെ അങ്ങനെ കൊടുക്കുമ്പോഴത്തേക്ക് ഈ സ്വിച്ച് ബോർഡിനകത്ത് ഇങ്ങനെ ഓഫ് പൊസിഷനിൽ എല്ലാം ഇങ്ങനെ ഈ ഓഫ് പൊസിഷനിൽ കിടക്കത്തില്ല. ചില സ്വിച്ചുകൾ ഇങ്ങനെ ഓൺ പൊസിഷനിൽ കിടന്നു കഴിഞ്ഞാൽ ലാമ്പ് ഓഫായി കിടക്കും, ഓഫ് പൊസിഷനിൽ ലാമ്പ് കത്തി കിടക്കും. അപ്പോൾ ആ ഒരു ഡിഫക്റ്റ് ഒഴിവാക്കാനായിട്ട് ഇങ്ങനെ ക്രോസ് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ഡിഫക്റ്റ് ഓട്ടോമാറ്റിക്. അല്ലെങ്കിൽ പിന്നെ സ്വിച്ച് ബോർഡ് അഴിച്ച് ഇളക്കി പിന്നെയും കണക്ഷൻ മാറ്റി ഇൻ്റർചേഞ്ച് ചെയ്തൊക്കെ കൊടുക്കേണ്ടി വരും. അപ്പോൾ ഇത് പ്രാക്ടിക്കലി 2 സ്വിച്ച് മേടിച്ച് വെച്ചിട്ട് 2 വയറൊക്കെ കണക്ട് ചെയ്ത് ഇങ്ങനെ AC സപ്ലൈ കൊടുത്ത് വേണമെങ്കിൽ നമുക്ക് ടെസ്റ്റ് ചെയ്യാവുന്നതാണ്. പ്രാക്ടിക്കലി ചെയ്ത് നോക്കാവുന്നതാണ്. 2 സാധാ ആങ്കറിൻ്റെ വില കുറഞ്ഞ 2 സ്വിച്ച് മേടിച്ചിട്ട് വയറുകളിങ്ങനെ കണക്ട് ചെയ്തിട്ട് ബൾബും എല്ലാം കണക്ട് ചെയ്ത് നമുക്ക് 2-വേ സ്വിച്ചിൻ്റെ വർക്കിംഗ് ഒക്കെ നോക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് 2-വേ പറ്റി പറയാനുള്ളത്. ഇത് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഒന്ന് ഷെയർ ചെയ്യണമെന്നുമില്ല, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ചെയ്തു കഴിഞ്ഞാൽ ഇതുപോലുള്ള നല്ല നല്ല ഇലക്ട്രിക്കൽ ടിപ്സ് ഒക്കെ ചെയ്യാനുള്ള ഒരു ടെൻഡൻസി വരും. ഓക്കെ, ചെറിയ കാര്യങ്ങൾ അല്ലേ 2-വേ സ്വിച്ച്. ഇതിൻ്റെ പ്രാക്ടിക്കൽ വേണമെങ്കിൽ ഒരു ചെറിയ വീഡിയോ ചെയ്ത് കാണിക്കാം. എന്തായാലും ഇതിൻ്റെ തിയറട്ടിക്കൽ ഇതിൻ്റെ കണക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രീതിയിലാണ്. ഇതിങ്ങനെ ഓരോ സെറ്റ് വയറുകൾ, ഇതിങ്ങനെ ഇലക്ട്രീഷ്യന്മാർ അല്ലെങ്കിൽ ഇത് ഒറ്റ കളർ വയർ വേണമെങ്കിൽ ഇങ്ങനെ ഉപയോഗിക്കും, കംപ്ലീറ്റ് അളവെടുത്ത്. അപ്പോൾ ഈ ബോക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്വിച്ച് എവിടെ ഇരിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എൻട്രൻസ് ഡോറിൻ്റെ സൈഡിലായിട്ട് സാധാരണ 6 മോഡുലാറിൻ്റെ ബോക്സ്. ഇതിനെപ്പറ്റിയൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് 6 മോഡുലാർ 3 മോഡുലാർ റെഗുലേറ്റർ ഇതിനെപ്പറ്റിയൊക്കെയുള്ള വീഡിയോകൾ ചെയ്തിട്ടുണ്ട് ഒരുപാട്. എൻ്റെ ചാനലിൻ്റെ അകത്ത് ഒരുപാട് 10 ഇലക്ട്രിക്കൽ പരമായിട്ടുള്ള വീഡിയോകൾ 10-50-ൽ കൂടുതൽ 10-53 ഇത്രയെങ്കിലും വീഡിയോ പ്ലംബിംഗ് ഇലക്ട്രിക്കൽ സംബന്ധമായിട്ട് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ ഓരോന്നായിട്ട് കാണുകയാണെങ്കിൽ ഈ സ്വിച്ച് ബോർഡും കണക്ഷനും കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കാണാം.